എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ശിവഭഗവാൻ എന്ന് പറയുന്നത് സംഹാരമൂർത്തിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയിൽ സുപ്രീം പേരൻ്റ് എന്ന് പറയുന്ന എല്ലാ ചരാചരങ്ങളുടെയും അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു ശക്തിയാണ്. അപ്പോൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുദ്രയുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആ മുദ്രയുടെ പേരാണ് ഭൈരവ മുദ്ര. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് നമ്മൾ ആ മുദ്ര പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം, അപ്പോൾ അതിലൂടെ നമുക്ക് എന്തെല്ലാമാണ് കാര്യങ്ങൾ ഗുണങ്ങൾ കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, സ്നേഹം, പ്രോത്സാഹനം, സജഷൻസ്, കമൻസ് എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ശിവഭഗവാൻ എന്ന് പറയുന്ന സംഹാരമൂർത്തിയാണെങ്കിലും ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ശക്തി നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കും. അപ്പോൾ ശിവഭഗവാന് പാർവതി മാതാവ് എന്ന് പറയുന്നത് പാർവതി മാതാവിന് ശിവഭഗവാൻ എന്ന് പറയുന്ന ഒരു ഗുരുസ്ഥാനവും ഭർത്തൃസ്ഥാനവും ഒക്കെ ആയതുകൊണ്ട് പാർവതി മാതാവ് ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുദ്ര അല്ലെങ്കിൽ മന്ത്രം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഭൈരവ മുദ്രയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ഭയത്തിനെ പൂർണ്ണമായും നീക്കിക്കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ, പാഷൻ, ഡിസയർ അല്ലെങ്കിൽ ഉറച്ച തീരുമാനം എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളുടെ ചുറ്റിനും കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഇല്യൂഷണറിയാണ്. അതിൽ നിന്നൊരു റിയൽ മോഡിലേക്ക് ഒരു തുറന്ന പുസ്തകം പോലെ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് അതിൻ്റെ സത്യത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യപരമായിട്ടാണെങ്കിലും ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന എടുത്ത കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പഠനത്തിന് നമ്മളുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള പഠനം ആ ഒരു നിലകളിലേക്കൊക്കെ ഉയരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന ഒരു കാഴ്ചപ്പാട്, സമൂഹത്തിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഇതിന് എല്ലാം നമ്മൾ ഒരു ഇല്യൂഷണറി സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി പഴങ്ങൾ നോക്കുമ്പോൾ പുറമേ ഉള്ള ഭംഗി മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം, അതായത് ആ പഴം വളരെ ഫ്രഷാണ്, വളരെ ഹെൽത്തിയാണ്, അതിനകത്ത് പുഴുവും കേടും ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് അത് പൊളിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് നിറച്ച് പുഴുവായിരിക്കും, പക്ഷേ പുറമേ നിന്ന് കാണുമ്പോൾ അത് നല്ല ഭംഗിയുമായിരിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പല ഘട്ടത്തിലും ഇതുപോലെ പല പല ഓറഞ്ചുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുന്നു, അവിടെ നമ്മളുടെ ഹയർ ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ അവരുടേതായിട്ടുള്ള രീതിയിൽ വെച്ച് ജോലി ചെയ്യിക്കുന്നു, ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവർ വേറെ രീതിയിലൊക്കെ നമ്മളെ ഉപയോഗിക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഒരുപാട് സഹിച്ച് ശ്വാസം മുട്ടൽ ആവുന്ന സമയത്ത് അവിടെ നിന്നും പിന്മാറിക്കൊണ്ട് നമ്മൾ പുതിയ ജോലിസ്ഥലം അല്ലെങ്കിൽ നമ്മളുടെ ജീവിത തലങ്ങളിലേക്ക് മാറിപ്പോകാനായിട്ട് നമുക്കുള്ള ഒരു വിമുഖത, അല്ലെങ്കിൽ നമുക്ക് അസുഖം വന്ന് ഒരിടത്ത് കൊണ്ടുപോയി കാണിച്ചു, അവർ കുറേ മരുന്നൊക്കെ തന്നു, അത് തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് പിന്നെ ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൂടെ ഒന്ന് കാണണോ, അസുഖത്തിന് മരുന്ന് മാറ്റണോ, അസുഖത്തിൻ്റെ ആ ഒരു ലെവൽ എവിടെ വരെയായി എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ജീവിതകാലം മുഴുവനും അത് തന്നെ കഴിച്ചു, ഇനി അസുഖമൊന്നും എനിക്ക് മാറത്തില്ല, എങ്ങനെയോ അതങ്ങ് പിടിപെട്ടു പോയി, ഇനി അത് മാറത്തില്ല, എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ മതി എന്നൊക്കെ ഉള്ളൊരു നെഗറ്റിവിറ്റി, ഇതുപോലെ റിലേഷൻഷിപ്പിൽ ഒക്കെ. അപ്പോൾ
നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യത്തിന് നമ്മളെ ചൂഷണം ചെയ്യുക, നമ്മളെ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയാണെങ്കിലും അതിനെ നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത് അതിനെ തിരസ്കരിക്കാൻ, വേണ്ടാന്ന് വെക്കാനുള്ള ധൈര്യം കാണിക്കുക. അവിടെ നമുക്ക് ഒരു ഇല്യൂഷണറി മൈൻഡ് സെറ്റിൽ അതിനെ കളഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് പറയും, നമ്മുടെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ബന്ധുക്കൾ, കൂട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ അവരെല്ലാം എനിക്കെത്ര വില തരും, അവരെന്നെ എങ്ങനെയാണ് നമ്മളെ മുദ്ര കുത്തുന്നത്, ഞാൻ വെറും ഒറ്റപ്പെട്ടു പോകും, ഒരു കുറ്റവാളിയെ പോലെയാകും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ ഒരു ഭയത്തിൻ്റെ മുകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനെ നമ്മളിങ്ങനെ നമ്മളെ ചൂഷണം ചെയ്ത് നശിപ്പിച്ചും ഇല്ലാതാക്കിയും ഒരു വിലയും കൽപ്പിക്കാത്ത എല്ലാത്തിനെയും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മൾ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ആ ഒരു ഇല്യൂഷണറി മൈൻഡ് സെറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് കളഞ്ഞു കഴിയുമ്പോൾ വേറെ ഒന്നും നമുക്ക് വരുമോ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, ഒന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി പല പല ആളുകളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമോ, അതോ പിന്നെ ഞാൻ വെറും ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയാവുമോ, മറ്റുള്ളവർ എനിക്കൊരു വിലയും തരില്ലേ, പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നല്ലത് എപ്പോഴാണ് വരിക, എൻ്റെ ജീവിതം അവിടെ കൊണ്ട് നിന്നു പോകുമോ, എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ച എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പിന്നെയും ഇരുന്ന് ഭയപ്പാടോടുകൂടി ചിന്തിക്കുന്ന ആ ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ആ ഒരു ഒന്നും കളയാനും വയ്യ, പുതിയതെടുക്കാനും വയ്യ, ഒരു തുറന്ന പുസ്തകം പോലെ നമ്മളുടെ ഹൃദയത്തിനെ തുറന്നു വെച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു പുതുമയോടെ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ ആ ഒരു ഭയപ്പാടിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മുദ്രയാണ് ഭൈരവ മുദ്ര. ഇത് ശിവഭഗവാന്റെ ഏറെ ചിത്രങ്ങളിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇടത് കൈ നമ്മളുടെ ഈ ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ പുക്കിൾ എന്ന് പറയുന്നതിന് നേരെയായി വെച്ചുകൊണ്ട് നമ്മുടെ വലത് കൈ അതിൻ്റെ മുകളിലാക്കി വെച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക. ഇവിടെ നമ്മൾ ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ നമ്മുടെ പുക്കിൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതിൻ്റെ ഒരു അടയാളമാണ്. അല്ലെങ്കിൽ നമ്മുടെ പുക്കിൾ കൊടി അല്ലെങ്കിൽ പുക്കിൾ അല്ലെങ്കിൽ ബെല്ലി ബട്ടൺ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയും. അതായത് നമ്മളുടെ ശരീരത്തിലൂടെ 72,000 നാഡികൾ ഒഴുകിപ്പോകുന്നതിൻ്റെ ആ ഒരു നാഡികളെല്ലാം കയറി ഇറങ്ങി പോകുന്ന ഒരു ചാനലാണ് നമ്മളുടെ ബെല്ലി ബട്ടൺ. അതുമാത്രമല്ല, ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ പുക്കിൾ എന്ന് പറയുന്ന ആ ഭാഗം നമ്മുടെ സോളാർ പ്ലക്സസ് ചക്ര, നമ്മുടെ കോൺഫിഡൻസിനെ ഉയർത്താൻ വേണ്ടി, ഭയത്തിനെ പൂർണ്ണമായിട്ടും എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു ചക്ര അവിടെ ഉള്ളപ്പോൾ ഈ ഒരു മുദ്ര അവിടെ വെച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭയം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കഴുകിക്കളഞ്ഞ് എടുത്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസിനെ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു തുറന്ന പുസ്തകം പോലെ, ഒരു തുറന്ന വെളിച്ചം പോലെ നമുക്ക് നമ്മളുടെ സെൻസറി സിസ്റ്റത്തിനെ എല്ലാം തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിനെ മുന്നോട്ട് നീങ്ങാനും നടക്കാനും നയിക്കാനും കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ ഒരു മോഡിലിരിക്കുക. ഇവിടെ ഇടത് കൈ താഴെയും വലത് കൈ മുകളിലും ഇതുപോലെ നമ്മുടെ ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ നമ്മുടെ പുക്കിളിന് നേരെയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കൈ അല്ലെങ്കിൽ ഇടത് ശരീരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇട എന്ന് പറയുന്ന നാഡിയുടെ അതിലേക്കുള്ള പ്രാണയുടെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു. ഫെമിനിൻ എനർജി നമുക്കെല്ലാവർക്കും അറിയാം, വളരെ കാമാണ്, ക്രിയേറ്റീവാണ്. അപ്പോൾ പുതിയ തുടക്കങ്ങൾക്കെല്ലാം നമ്മൾക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി നമ്മളുടെ ആ ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് നമ്മളുടെ ചിന്താതലങ്ങളെ ഉയർത്തിക്കൊണ്ട് ഭയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതത്തിനെ കെട്ടിപ്പടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെയാവുമ്പോൾ മറ്റുള്ളവരുടെ ചൂഷണങ്ങൾക്ക്, മറ്റുള്ളവരുടെ തരം താഴ്ത്തലിന് ഒന്നിനും നമുക്ക് വഴിപ്പെടാതെ ആ ഒരു രീതിയിൽ നമ്മൾക്ക് പൂർണ്ണമായും നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. ഇടത് കൈ താഴെ വലത് കൈ മുകളിൽ നമ്മളുടെ ബെല്ലി ബട്ടൻ്റെ നേരെയാക്കി വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക.
രാവിലെ ഒരു 10 മിനിറ്റ് അങ്ങനെ നമ്മൾ ഇരിക്കുക. കണ്ണടച്ചിരിക്കാം, കണ്ണ് തുറന്നിരിക്കാം. ആ ഒരു പ്രാണവായു ഒഴുകുന്നതിൽ നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ മുദ്ര വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ പ്രയോജനം എത്രയാണെന്ന് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റി ഡെയിലി ബേസിസിൽ ചെയ്യുന്നത് വെച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മുദ്രയാണ് ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മുദ്ര. അത് പാർവതി മാതാവിന് പറഞ്ഞു കൊടുത്തത്. ഈ മുദ്രയുടെ പേരാണ് ഭൈരവ മുദ്ര. ഇതിൽ തള്ളവിരൽ രണ്ടും കൂട്ടി യോജിപ്പിക്കരുത്. അത് രണ്ടും അല്ലാതെ തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ ഇടത് കൈ അതിൻ്റെ മുകളിൽ, വലത് കൈ നമ്മളുടെ ബെല്ലി ബട്ടൻ്റെ നേരെയാക്കി വെക്കുക. ഇത് നിങ്ങളുടെ ഭയത്തിനെ മാറ്റി എടുക്കാനും അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ ആ ഒരു ലെവൽ ഉയർത്താനും നമ്മളുടെ ആ ഒരു ഉപാസനാമൂർത്തിയെ നമ്മളുടെ ആ ഒരു ഹൃദയത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ ആവാഹിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ശക്തികൾ, ഒരു നെഗറ്റീവ് എനർജിയും ഒരു ഡബിൾ എനർജിയും നമ്മളെ ആക്രമിക്കില്ല എന്നും നമുക്കൊരു തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്നൊരു സങ്കടം വരുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു കാര്യത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനും നമ്മൾ ഡീപ്പായിട്ട് ഇമോഷണലി നമ്മൾ താഴ്ന്ന് അല്ലെങ്കിൽ ആ ഒരു സങ്കടക്കടലിലേക്ക് വീണു പോകാതെ അവിടെ നിന്നെല്ലാം ചടപടാന്ന് എഴുന്നേറ്റുകൊണ്ട് അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഞങ്ങളെ ഈ മുദ്ര സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.